ഇന്ത്യയിലെ ഓരോ വീടുകളിൽ നിന്നും ഇന്നലെ ഉയർന്ന കളി ആവേശത്തിൽ നിന്നും ആർജവം ഉൾക്കൊണ്ട് ബാറ്റും ബോളും ഏന്താൻ പോകുന്ന ഒരു പറ്റം യുവജനങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം പതിഞ്ഞിരിക്കണം. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ മുട്ടുകുത്തി നിന്ന് ആകാശങ്ങളെ പുണരുന്ന സഞ്ജു വിശ്വനാഥ് സാംസന്റെ ചിത്രം, വിജയശില്പിയുടെ ചിത്രം. ആർക്ക് പകരമാണ് ഞാൻ അയാളെ കളിപ്പിക്കേണ്ടത്? ഈ ചോദ്യമല്ല ആരാധകരെ ചൊടിപ്പിച്ചത്, അമിത ആത്മവിശ്വാസത്തിൽ നിന്നും ഉയർന്ന പരിഹാസ ചിരിയാണ്. എന്നാൽ പ്രിയപ്പെട്ട സൂര്യകുമാർ യാദവേ, താങ്കളുടെ ക്യാപ്റ്റൻസിയും 2026 വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ സാധ്യതകളും കെട്ടടഞ്ഞ് കണ്ണീരിടേണ്ടിയിരുന്നതാണ് ഇന്നലെ. അതിനാണ് ഒരു ദിവസത്തിൻ്റെ ആയുസ് കൂടി സഞ്ജു സാംസൺ നീട്ടിത്തന്നിരിക്കുന്നത്. ഇനി സെമിയിൽ ഇംഗ്ലണ്ടിനെ നേരിടാം. ഈഡൻ ഗാർഡൻസിലെ വേഗത കുറഞ്ഞ പിച്ചിൽ താളം കണ്ടെത്താനാകാതെ ഉലയുകയായിരുന്നു ഇന്ത്യൻ ബാറ്റേഴ്സ്. 70,000-ഓളം വരുന്ന കാണികളെ നിശബ്ദരാക്കിക്കൊണ്ട് സൂര്യകുമാർ യാദവ് കൂടാരം കയറുമ്പോൾ ജയിക്കാൻ 100ഓളം റൺസ് വേണ്ടിയിരുന്നു. ഒരു ചാവേറിന്റെ റോളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. പവർ പ്ലേ കളിക്കുക, വിക്കറ്റ് നഷ്ടമായാലും കുഴപ്പമില്ല. തുടർന്ന് വരുന്ന അഭിഷേകിനും തിലക് വർമ്മയ്ക്കും ഇഷാൻ കൃഷ്ണനെല്ലാം തകർത്തടിക്കാനുള്ള ഒരു വേദി ഒരുക്കുക, അതുമാത്രം. എന്നാൽ കാലം ഇന്ന് അയാളെ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊരു ദൗത്യമാണ്. തിലക് വർമ്മയും കൂട്ടുപിടിച്ച് മെല്ലെ ഇന്നിംഗ്സ് പടുത്തുയർത്തുന്ന സഞ്ജു സാംസൺ അർദ്ധശതകം തീർക്കുന്നു. ഇരമ്പിപ്പൊട്ടുന്ന കാണികൾക്കിടയിലെ ഡങ്കൌട്ടിൽ നിന്നും നിലയുറപ്പിച്ച് കളിക്കാൻ ഗൗതം ഗംഭീർ ആംഗ്യം കാട്ടുന്നു. എന്നാൽ മറുവശത്ത് ബാറ്റർമാർ ഓരോന്നായി വീണുകൊണ്ടിരുന്നപ്പോഴും മനസാന്നിധ്യം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശാൻ അയാൾക്ക് കഴിഞ്ഞു. അവസാന ഓവർ എറിഞ്ഞ റൊമാരിയോ ഷെപ്പേർഡിന്റെ 2ാം പന്തിൽ ബൗണ്ടറി കുറിക്കുമ്പോൾ സഞ്ജു സാംസന്റെ കണ്ണുകളിൽ ഒരുപക്ഷെ ഇരുട്ട് പരന്നിരിക്കാം. 70,000-ഓളം വരുന്ന കാണികളുടെ ശബ്ദം ചെവികളിൽ എത്തിയതുമില്ലായിരിക്കാം. കാരണം 2015 ആ വിയർപ്പ് തുന്നിയിട്ട നീലക്കുപ്പായം അണിയുമ്പോൾ അയാൾ സ്വപ്നം കണ്ടതായിരിക്കാം ഈ നിമിഷം. ഒന്ന് കാലിടറിയിരുന്നെങ്കിൽ, അയാൾക്കൊരടി തെറ്റിയിരുന്നെങ്കിൽ വിമർശിക്കാൻ തരം പാർത്തിരുന്നവർ ഏറെയുണ്ടായിരുന്നു. ഒരു രാജ്യത്തെ മുഴുവൻ വിജയതീരം അണയിച്ച് വിജയശ്രീ ലാളിതനായി മടങ്ങിയെത്തുന്ന സഞ്ജു സാംസണെ സ്വീകരിക്കാൻ തുള്ളിച്ചാടുന്ന സുനിൽ ഗവാസ്കറെ കണ്ടില്ല. അയാൾ ഒരുപക്ഷെ കയ്യെത്താ ദൂരത്തുകൂടി പറന്നുപോയ ക്യാച്ചിനെ സഞ്ജു സാംസൺ മിസ് ക്യാച്ച് ആക്കി എന്ന് പറയുന്ന തിരക്കിലായിരിക്കാം. അല്ലെങ്കിൽ ഫുട് വർക്കിന്റെയോ സ്ക്വയർ കട്ടിന്റെയോ ഇഴകീറി പരിശോധിക്കുകയായിരിക്കാം.